മണ്ഡല മകരവിളക്ക് കാലമായാൽ ശബരിമല സന്നിധാനത്ത് ഓരോ ദിവസവും എത്തുന്നത് ലക്ഷക്കണക്കിന് ഭക്തരാണ്. ഇരുമുടി കെട്ടേന്തി 18 പടികൾ ചവിട്ടി ദർശനപുണ്യം തേടിയെത്തുന്ന ഭക്തർക്ക് ഭക്തിയുടെ പാരമ്യം നൽകുന്ന നിമിഷമാണ് സന്നിധാനത്തു നിന്നുള്ള ഹരിവരാസനം കേൾക്കുക എന്നുള്ളത്. ശബരിമല ക്ഷേത്രത്തിൽ എല്ലാ രാത്രിയിലും ശ്രീകോവിൽ അടയ്ക്കുന്നതിന് തൊട്ടുമുൻപ് ഒരു ദിവ്യഗാനം ആലപിക്കുന്നു. ഹരിവരാസനം എന്ന പേരിൽ ലോകപ്രശസ്തമാണ് ഈ ഗാനം. ശബരിമലയിൽ ദിവസവും അത്താഴ പൂജയ്ക്കു ശേഷം നട അടയ്ക്കുന്നതിന് മുൻപ് ആലപിക്കുന്ന കീർത്തനമാണ് ഹരിവരാസനം. ഭക്തരുടെ ദർശനത്തിനു ശേഷം ഭഗവാനെ പള്ളിയിറക്കാനുള്ള ഒരു ഗീതമാണ് ഇതെന്നാണ് വിശ്വാസം. പ്രകൃതി പോലും നിശബ്ദമാകുന്ന അന്തരീക്ഷത്തിലാണ് ഹരിവരാസനം മുഴങ്ങുന്നത്. ശ്രീകോവിലിൽ മേൽശാന്തിയും കീഴ്ശാന്തിമാരും പരികർമ്മികളും ചേർന്ന് കീർത്തനത്തിനിടെ വിളക്കുകൾ ഒന്നൊന്നായി അണയ്ക്കും. പിന്നാലെ സോപാനമിറങ്ങും. ഹരിവരാസനം എന്ന സ്തോത്രം അത് കേൾക്കുന്ന ഏതൊരാളെയും ഭക്തിയുടെ പാരവശ്യത്തിലെത്തിക്കുമെന്നത് തീർച്ച. ഹരിവരാസനം കേട്ട് ഭഗവാൻ അയ്യപ്പൻ എത്തുന്ന അവസ്ഥയ്ക്ക് യോഗനിദ്ര എന്നാണ് പറയുന്നത്. ഹരിവരാസനം എങ്ങനെയാണ് ഭഗവാന്റെ ഉറക്കുപാട്ടായത്? ആ കഥയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കമ്പകുടി കുളത്തൂർ സുന്ദരേശയ്യർ ആണ് ഈ പാട്ട് കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഗായകൻ യേശുദാസിന്റെ സ്വരത്തിലുള്ള ഗാനമാണ് സന്നിധാനത്ത് കേൾപ്പിക്കുന്നത്. ഇതിനു മുൻപ് അയ്യനു മുന്നിൽ ഹരിവരാസനം പതിവായി പാടിയിരുന്നത് ഇവിടുത്തെ പൂജാരിമാരാണെന്ന് പറയപ്പെടുന്നു. 1975 പുറത്തിറങ്ങിയ സ്വാമി അയ്യപ്പൻ എന്ന സിനിമയ്ക്ക് വേണ്ടി മധ്യമാവധി രാഗത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇന്ന് അയ്യപ്പനെ ഉറക്കുന്ന പാട്ടായി മാറിയത്. ഹരിഹര സുധാഷ്ടകം എന്ന സംസ്കൃത ഹിന്ദു ഭക്തിഗാനത്തിലെ വരികളാണ് സിനിമയ്ക്കായി എടുത്തത്. കുംഭംകുടി കുളത്തൂർ അയ്യരും സംഗീത സംവിധായകൻ ജി ദേവരാജനും ചേർന്നാണ് വരികളെ ഗാനമാക്കി മാറ്റിയത്. യേശുദാസിന്റെ ശബ്ദത്തിൽ ലോകം മുഴുവൻ കേൾക്കുന്ന ഉറക്കുപാട്ടിന്റെ പിറവി അവിടെ ആരംഭിക്കുകയായിരുന്നു. ഹരിവരാസനം റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ പാട്ട് പാടുന്നതിന് പകരം ക്ഷേത്ര പരിസരത്ത് ഉച്ചഭാഷണിയിൽ കേൾപ്പിക്കാമോ എന്ന സംശയം ഉയർന്നിരുന്നു. തുടർന്ന് യേശുദാസ് പാടിയ ഹരിവരാസനം എല്ലാ ദിവസവും അത്താഴ പൂജയ്ക്ക് ശേഷം ശബരിമലയിൽ കേൾപ്പിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. പിന്നീട് സിനിമയിലേതിൽ നിന്ന് ചില ഭേദഗതികളോടെ ശബരിമലയ്ക്കായി യേശുദാസ് വീണ്ടും ഹരിവരാസനം ആലപിച്ചു. ഹരിവരാസനം ആരാണ് എഴുതിയത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിനായി പതിറ്റാണ്ടുകളോളം കാത്തിരിക്കേണ്ടി വന്നു എന്നാണ് പറയപ്പെടുന്നത്. രാമനാഥപുരം കുമ്പക്കുടി കുളത്തൂർ അയ്യരാണ് സംസ്കൃതത്തിൽ അയ്യപ്പനെ വർണ്ണിച്ച് ഹരിവരാസനം രചിച്ചതെന്നാണ് വിശ്വസിച്ചിരുന്നത്. 352 അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന 108 വാക്കുകൾ ചേർന്ന് 32 വരികൾ 8 ശ്ലോകങ്ങളിലായാണ് ഇത് എഴുതിയിരിക്കുന്നത്. കുമ്പക്കുടി അയ്യരുടേതാണ് രചനയെന്ന് വിശ്വസിച്ചു പോരുകയായിരുന്നു. എന്നാൽ 1963 തിരുവനന്തപുരം ചാലയിലെ ജയചന്ദ്ര ബുക്ക് ഡിപ്പോയിൽ നിന്ന് പുറത്തിറങ്ങിയ ഹരിവരാസനം വിശ്വമോഹനം എന്ന കീർത്തന സമാഹാരം ചില ഗവേഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഈ സ്ഥിതി മാറുകയായിരുന്നു. ഹരിഹരാത്മജാഷ്ടകം എന്ന തലക്കെട്ടിൽ ഈ സമാഹാരത്തിന്റെ 78-ാം പേജിൽ ഹരിവരാസനം കീർത്തനം അച്ചടിച്ചിട്ടുണ്ട്. ഇതിൽ രചയിതാവ് എന്നു കരുതിയ കുമ്പിടി അയ്യരെ സമ്പാദകൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാലപ്പഴക്കത്തിൽ സമ്പാദകൻ രചയിതാവായതാണെന്ന് ഇതോടെ വ്യക്തമായി. പിന്നെയും ആരാണ് ഹരിവരാസനം രചിച്ചത് എന്ന ചോദ്യം ആവർത്തിച്ചു. ഇതിനു പിന്നാലെയാണ് ആലപ്പുഴ പുറക്കാട് കോന്നകത്ത് ജാനകിയമ്മയുടെ മക്കളായ ഭാരതിയമ്മയും ബാലാമണിയമ്മയും ഹരിവരാസനം അമ്മ എഴുതിയതാണ് എന്ന് ലോകത്തെ അറിയിച്ചത്. ഹരിവരാസനം ഗാനത്തിന്റെ കൈയെഴുത്തു പ്രതി കണ്ടെടുത്ത അവരുടെ ബന്ധുക്കൾ ഇപ്പോൾ തെളിവുകളുമായി രംഗത്തുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ശബരിമലയിലെ വലിയ വെളിച്ചപ്പാടായിരുന്ന അനന്തകൃഷ്ണ അയ്യരുടെ മകളാണ് ഹരിവരാസനം രചിച്ചു എന്ന് കരുതപ്പെടുന്ന ജാനകിയമ്മ. 1893 ജാനകിയമ്മയുടെ ജനനം. പിതാവിൽ നിന്ന് സംസ്കൃതത്തിന്റെ ബാലപാഠങ്ങളും അയ്യപ്പ മഹാത്മകളും ജാനകിയമ്മ സ്വായത്തമാക്കിയിരുന്നു. 1923 ജാനകിയമ്മ ഹരിവരാസനം എഴുതിയത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കീർത്തനം എഴുതിയതിനു ശേഷം ജാനകിയമ്മ അത് പിതാവിനെ ഏൽപ്പിക്കുകയും അദ്ദേഹം അത് കാണിക്കയായി ശബരിമലയിൽ നടക്കിവെക്കുകയുമായിരുന്നു. പിന്നീട് പുറക്കാട്ട് ശിവക്ഷേത്രത്തിലെ ഭജന പാടുന്നവരിൽ ഒരാൾ ജാനകിയമ്മയിൽ നിന്ന് കീർത്തനം പകർത്തിയെഴുതി പഠിച്ചു. കോന്നകത്ത് വീടിന്റെ തെക്കുവശത്തെ ആനന്ദേശ്വരം ശിവക്ഷേത്രത്തിലെ ഭജന സംഘമാണ് ആദ്യമായി ഹരിവരാസനം പാടിയതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മക്കൾ പറഞ്ഞ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജാനകിയമ്മയാണ് ഹരിവരാസനം എഴുതിയത് എന്നാണ് വിശ്വസിക്കുന്നത്. ശബരീശനെ ഇന്നും നിദ്രയിലാഴ്ത്തുന്ന ഹരിവരാസനത്തിന് 100 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്.